മലപ്പുറം പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. അപകടത്തിൽ കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തു. ഇന്ന് പുലർച്ചെയാണ് അപകടം. മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ മത്സ്യത്തൊഴിലാളി പൊന്നാനി പള്ളിപ്പടി സ്വദേശി ഗഫൂർ, സ്രാങ്ക് അഴീക്കൽ സ്വദേശി അബ്ദുൾ സലാം എന്നിവരാണ് മരിച്ചത്. 4 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ബോട്ടിൽ 6 മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. കപ്പൽ ജീവനക്കാരാണ് 4 പേരെയും രക്ഷപ്പെടുത്തിയത്. കപ്പൽ വഴിമാറിപ്പോകുമെന്ന് കരുതിയെന്ന് രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ബോട്ടിന്റെ സെന്ററിലാണ് കൊണ്ടിരിച്ചു. പക്ഷേ 2 ഭാഗത്തേക്കാണ് പോയി. ഈ സാധനം താഴേക്ക് പോയി. ഈ ഫ്രണ്ട് ഭാഗം സ്റ്റോർ തെർമോക്കോളിന്റെ ഇതുണ്ടായിരുന്നു. അപകടത്തിൽ സലാമിനെയും ഗഫൂറിനെയും കാണാതാവുകയായിരുന്നു. നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പൊന്നാനിയിൽ നിന്ന് പുറപ്പെട്ട ഇസ്ലാഹ് എന്ന ബോട്ടിൽ സാഗർ യുവരാജ് എന്ന കപ്പലാണ് ഇടിച്ചത്. ചാവക്കാട് മുനമ്പിൽ നിന്ന് 32 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു അപകടം. ഇന്നലെ അർദ്ധരാത്രിയിലാണ്, ഏകദേശം ഒരു 10 മണിക്ക് ശേഷമാണ് അപകടം പറ്റിയതിനു ശേഷം 2 മണിക്കൂറോളം അവര് മരണത്തെ മുഖാമുഖം കണ്ടു. 2 പേര് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ഇടിച്ച കപ്പല് തന്നെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് എന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. പരിക്ക് പറ്റിയവർക്ക് ആവശ്യമായ സഹായങ്ങളുണ്ടാവും. മരണം സംഭവിച്ച ആളുകൾക്കുള്ള സമാശ്വാസ പദ്ധതിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപകടത്തിൽ കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തു. അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് കോസ്റ്റൽ പോലീസ് കേസെടുത്തത്. കപ്പൽ കസ്റ്റഡിയിലെടുക്കുമെന്നും കോസ്റ്റൽ പോലീസ് വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.